കഴിഞ്ഞ വീഡിയോ സെഷനിൽ സർക്യൂട്ട് ഡിസൈൻ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു എക്സോ ഗേറ്റും ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടും എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ തുടർച്ചയായി ഈ വീഡിയോയിൽ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിസ്ക്രീറ്റ് കോമ്പോണൻറ്റ് ഉപയോഗിച്ച് ഒരു പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് എങ്ങനെ നിർമ്മിക്കാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ടിൻ്റെ നിർമ്മാണം. സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെ റെഫർ ചെയ്തുകൊണ്ട് പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് തിരഞ്ഞെടുക്കുക. കമ്പ്യൂട്ടർ ഓണാക്കുക. ഡെസ്ക്ടോപ്പിലെ സിമുലേറ്റർ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സെമി കണ്ടക്ടർ സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഡയോഡിൽ ക്ലിക്ക് ചെയ്യുക. യൂസർ ഏരിയയിലേക്ക് ഡയോഡ് വലിച്ചിടുക. യൂസർ ഏരിയയിലെ ഡയോഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ക്ലിക്ക് ചെയ്യുക. കാണിച്ചിരിക്കുന്നത് പോലെ അനുയോജ്യമായ ഡയോഡ് തിരഞ്ഞെടുത്ത് ഓക്കെ ടാബിൽ ക്ലിക്ക് ചെയ്യുക. തിരഞ്ഞെടുത്ത ഡയോഡ് ടൈപ്പ് നമ്പർ ഡയോഡ് സിംബലിന് സമീപം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. ഡയോഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഡയോഡ് വെർട്ടിക്കൽ സ്ഥാനത്ത് സ്ഥാപിക്കണമെങ്കിൽ റൊട്ടേറ്റ് റൈറ്റ് തിരഞ്ഞെടുക്കുക. ഒരു റെസിസ്റ്റർ തിരഞ്ഞെടുക്കാൻ ബേസിക് മെനുവിൽ ക്ലിക്ക് ചെയ്ത് റെസിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. വർക്ക് സ്പേസ് ഏരിയയിലേക്ക് റെസിസ്റ്റർ വലിച്ചിടുക. തിരഞ്ഞെടുത്ത റെസിസ്റ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. റെസിസ്റ്ററിൻ്റെ വാല്യൂ ടൈപ്പ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. തിരഞ്ഞെടുത്ത റെസിസ്റ്റർ വാല്യൂ റെസിസ്റ്റർ സിംബലിന് സമീപം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. കേഴ്സറിനെ റെസിസ്റ്റർ ടെർമിനലുകളിൽ ഒന്നിൽ സൂക്ഷിക്കുക. വയറിംഗ് നിർമ്മിക്കാൻ ഡയോഡിൻ്റെ ടെർമിനലുകളിലേക്ക് മൗസ് വലിച്ചിടുക. ഏതെങ്കിലും കോമ്പോണൻറ്റ് അല്ലെങ്കിൽ ഡിവൈസ് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്താൽ സിംബൽ റെഡ് കളറായി കാണപ്പെടും. അല്ലാത്ത പക്ഷം അത് പച്ച നിറത്തിൽ ദൃശ്യമാകും. നിങ്ങൾ സർക്യൂട്ടിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും സിംബലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കീബോർഡിലെ എസ്കേപ്പ് അമർത്തുക. ഒരു വോൾട്ടേജ് ജനറേറ്ററും വോൾട്ട് മീറ്ററും ബന്ധിപ്പിക്കുന്നതിന് സോഴ്സ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. വോൾട്ടേജ് ജനറേറ്റർ ഡയലോഗ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ജനറേറ്റർ സിംബൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സിഗ്നലിനും അതിനുശേഷം യൂണിറ്റ് സ്റ്റെപ്പ് ഡയലോഗ് സ്റ്റെപ്പ് ബോക്സിലും ക്ലിക്ക് ചെയ്യുക. പോപ്പപ്പ് വിൻഡോയിൽ ദൃശ്യമാക്കുന്ന ആവശ്യമായ വേവ് ഫോം ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ വാല്യൂ യഥാക്രമം തിരഞ്ഞെടുക്കുന്നതിന് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ് എന്നിവയിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ബേസിക് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഗ്രൗണ്ട് തിരഞ്ഞെടുത്ത് കാണിച്ചിരിക്കുന്നത് പോലെ വർക്ക് ഏരിയയിൽ വയ്ക്കുക. മീറ്റേഴ്സ് സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓക്സിലോസ്കോപ്പിൽ ക്ലിക്ക് ചെയ്യുക. യൂസർ ഏരിയയിലേക്ക് ഓക്സിലോസ്കോപ്പ് വലിച്ചിടുക. വയറിംഗ് കണക്ഷനുകൾ ഉണ്ടാക്കുക. നിങ്ങളുടെ സർക്യൂട്ടും സിമുലേഷൻ പാരാമീറ്ററും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമുലേഷനിലെ ഉചിതമായ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സിമുലേഷൻ ടൂൾബാർ പ്രവർത്തിപ്പിക്കുക. സിമുലേഷൻ പൂർത്തിയായ ശേഷം ഓക്സിലോസ്കോപ്പ് വിൻഡോ നിങ്ങളുടെ സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സിഗ്നലുകളുമായി ബന്ധപ്പെട്ട വേവ് ഫോമുകൾ ഡിസ്പ്ലേ ചെയ്യണം. നിങ്ങളുടെ സർക്യൂട്ടിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ വേവ് ഫോമുകൾ അനലൈസ് ചെയ്യാം. സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ലളിതമായ സീരീസ് ക്ലിപ്പർ സർക്യൂട്ട് എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കമ്പ്യൂട്ടർ ഓണാക്കുക. സർക്യൂട്ട് സിമുലേഷൻ സോഫ്റ്റ്വെയർ തുറക്കുക. ഘട്ടം ഘട്ടമായുള്ള നടപടിക്രമം പിന്തുടരുക. ഒരു സിഗ്നൽ സോഴ്സ്, ഒരു റെസിസ്റ്റർ, ഒരു ഡയോഡ്, ഒരു ഗ്രൗണ്ട് എന്നിവ തിരഞ്ഞെടുക്കുക. ഡയോഡ് ടൂൾ തിരഞ്ഞെടുത്ത് ഒരു ഡയോഡ് സ്ഥാപിക്കാൻ പ്ലേസ് മെനു ഉപയോഗിക്കുക. റെസിസ്റ്റർ ടൂൾ തിരഞ്ഞെടുത്ത് ഒരു റെസിസ്റ്റർ സ്ഥാപിക്കാൻ പ്ലേസ് മെനു ഉപയോഗിക്കുക. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിലേക്ക് AC ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് ബന്ധിപ്പിച്ച് കോമ്പോണൻറ്റ് മെനുവിൽ നിന്ന് ഗ്രൗണ്ട് തിരഞ്ഞെടുത്ത് വർക്ക് ഏരിയയിൽ സ്ഥാപിക്കുക. ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്ന കോമ്പോണൻറ്റ്സ് ബന്ധിപ്പിക്കുക. സിമുലേറ്റ് മെയിൻ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്ട്രുമെൻറ്റ്സ് സബ് മെനുവിൽ തിരഞ്ഞെടുക്കുക. തുടർന്ന് ഓക്സിലോസ്കോപ്പിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കാണിച്ചിരിക്കുന്നത് പോലെ കണക്ട് ചെയ്യുക.
അതിൻ്റെ പ്രോപ്പർട്ടീസ് ക്രമീകരിക്കുന്നതിന് സിഗ്നൽ സോഴ്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സിമുലേഷൻ ആവശ്യകതകൾക്കനുസരിച്ച് വോൾട്ടേജും ഫ്രീക്വൻസിയും ആപ്റ്റിറ്റ്യൂഡും സജ്ജമാക്കുക. എല്ലാ കോമ്പോണൻറ്റുകളും സ്ഥാപിച്ച് ബന്ധിപ്പിച്ച ശേഷം റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സിമുലേഷൻ പ്രവർത്തിപ്പിക്കുക. ഇത് നിങ്ങളുടെ ക്ലിപ്പർ സർക്യൂട്ടിനെ സിമുലേറ്റ് ചെയ്യും. സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം കാണാനും അത് വിശകലനം ചെയ്യാനും ഓക്സിലോസ്കോപ്പ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഷണ്ട് ക്ലിപ്പറും സീരീസ് ക്ലിപ്പർ സർക്യൂട്ടും നിർമ്മിച്ചു. നന്ദി.